ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഹേഷ് ബ്രോ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മണ്ണാർശാല ക്ഷേത്രത്തിലാണ്. അപ്പം അവിടുത്തെ വഴിപാടുകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഇരിക്കുന്നത്. ഇതാണ് നമ്മളെ സർപ്പദോഷങ്ങൾക്ക് വേണ്ടിയുള്ള വഴിപാട്. നമ്മൾ ഇത് മേടിച്ച് നമ്മുടെ തലക്കൊഴിഞ്ഞ് നമ്മളവിടെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ദോഷങ്ങളെല്ലാം മാറും എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പം നമ്മൾ ക്ഷേത്രത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രം. കാര്യങ്ങൾ, അതായത് നമുക്ക് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആയില്യ നാളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നിങ്ങൾ കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് തൊഴുത് മാറി. ഓരോ ടൈമിൽ ജനങ്ങൾ ഇങ്ങനെ വന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. കാര്യം നമ്മൾ ഇച്ചിരി നേരം അവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് ആൾക്കാരാണ്. പ്രസാദവും കാര്യങ്ങളെല്ലാം മേടിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കാണാൻ പറ്റിയൊരു ഏറ്റവും ഈ ഒരു ആയില്യ നാളി കാണാം. ഇത് കാണുമ്പോൾ ഭയങ്കര ഐശ്വര്യമാണെന്ന് പറയുന്നത്. നിങ്ങൾ കാണാൻ ഒരു നാഗം അവിടെ കിടപ്പുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റി. അത് വലിയൊരു ഐശ്വര്യമാണ് അതിൻ്റെ. അതായത് ആയില്യം നാളി നമ്മൾ ചെന്ന് നമുക്ക് നാഗത്തെയും കാണാൻ പറ്റും, അവിടുത്തെ അമ്മയും കാണാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ വളരെയേറെ എഫക്റ്റ് എടുത്ത് നമുക്ക് അമ്മയെ ഒരുപാട് നേരം കാണിക്കുന്ന ഷോർട്സ് ഈ വീഡിയോയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് ഇതുവരെ അവിടെ പോയി അമ്മയെ കാണാത്തവർക്ക് ഈ വീഡിയോ കൂടെ എത്ര നേരം വേണമെങ്കിലും കാണാം എന്നുള്ള രീതിയിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടി അമ്മയുടെ കുറേ ഷോർട്സ് ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ അതെല്ലാം കാണാവുന്നതാണ് നിങ്ങൾക്ക്. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടാം. നമ്മളിപ്പം ഇവിടുന്ന് നമ്മൾ ഉണ്ണിയപ്പവും പായസവും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിങ്ങിണീസ് പോയി ഉണ്ണിയപ്പവും പായസവും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് അമ്മ ഇരിക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇതാണ് അവിടുത്തെ ആ തിരക്ക് കണ്ടോ, ആ അമ്മയെ കാണാനുള്ള ഒരു തിരക്കാണിത്. അപ്പൊ ഇവിടെയും നമുക്ക് വടം വെച്ച് കുറച്ച് ആൾക്കാരെ കൊണ്ട് കാണിച്ചിട്ട് അവർ കണ്ട് മാറുമ്പോഴാണ് അടുത്ത നമ്മൾ കുറച്ച് ആൾക്കാർ പോയി കാണേണ്ടത്. അപ്പൊ ഞാൻ അതിനായിട്ട് നിന്നില്ല. ഞാനപ്പം ആ ഒരു ടൈമിൽ ബാക്കിൽ ഇറങ്ങിക്കൊണ്ട് നമുക്ക് ഈ ആള് മാറുന്ന സമയത്ത് വീഡിയോയിൽ അമ്മയെ കാണിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പൊ അതെന്തായാലും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് കറക്റ്റ് ആയിട്ടുണ്ട്. കാര്യം നമുക്ക് നല്ല രീതിയിൽ ആ അമ്മയുടെ
കുറേ ഷോർട്സ് വീഡിയോ കാര്യങ്ങളെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും നല്ല വൃത്തിയായിട്ട്. അതുകൊണ്ട് വിശ്വാസികൾക്ക് എല്ലാവർക്കും, നിങ്ങൾ ഇതുവരെ കാണാത്തവർക്കും നമ്മളെ എല്ലാ വിശ്വാസികൾക്കും അമ്മയെ നല്ല വൃത്തിയായിട്ട് ഈ വീഡിയോ കാണാൻ പറ്റും. ഒരുപാട് നേരം ഞാൻ ഈ വീഡിയോ എടുത്തു, കാര്യം ഇത് അപൂർവമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ കിട്ടത്തുള്ളൂ. അതായത് അമ്മയെ ഈ ഒരു ദിവസമേ നമുക്ക് ഒത്തിരി സമയം നമുക്ക് കാണാൻ വേണ്ടി നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ കണ്ണിലൊന്ന് നോക്കി മറയുന്നതിന് മുമ്പേ നമ്മളെ മാറ്റി ഓടുന്നു, ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ നമുക്ക് എന്തോ ഒരു ദൈവഭാഗ്യം കൊണ്ട് നമുക്ക് ഇന്ന് ഒരുപാട് സമയം നമുക്ക് അമ്മയെ കാണാൻ പറ്റി, അമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അമ്മയെ കാണാനും അനുഗ്രഹം മേടിക്കാനും പറ്റാത്തവർക്ക്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് അമ്മയെ കണ്ട് അനുഗ്രഹം മേടിക്കാവുന്നതാണ്. ഒരുപാട് അകത്തോട്ടാണ് അമ്മ ഇരിക്കുന്നത്. നമ്മൾ ഒരുപാട് സൂം ചെയ്താണ് കറക്റ്റായിട്ട് ആ വീഡിയോ നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ വരാനും അമ്മയെ കാണാനും ഒക്കെ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ കാണും. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റാത്തതായിരിക്കും. അപ്പോൾ അവർക്കെല്ലാം ഈ വീഡിയോ ഇന്നത്തെ ദിവസം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം മാറുന്നതായിരിക്കും. എന്തെങ്കിലും സർപ്പദോഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം മാറിക്കിട്ടും. അപ്പം നമ്മൾ അമ്മ ഇരിക്കുന്നിടത്ത് നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ അല്ലാതൊരു റൂമും കാര്യങ്ങളും ഉണ്ട്. അതായത് വെള്ളം എത്തിക്കുന്ന എത്രയും പെട്ടെന്ന് ഒരു ബോട്ടിൽ വെള്ളം. ഞങ്ങൾ മുമ്പേ നടക്കാം. ഞങ്ങൾ നടക്കുന്ന ഫോട്ടോ ഇടുവാടെ ഫ്രണ്ട് കടയാണ്. നമ്മളങ്ങോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ ാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആമക്കുളം. ഈ കുളത്തിൽ ഫുള്ള് ആമയാണ്. നമ്മൾ എവിടെ നോക്കിയാലും ആമ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നതായിട്ട് കാണാം. അന്നേരം ആമയ്ക്ക് നമ്മളിപ്പോൾ ഈ വരുന്നവർ എന്തെങ്കിലും പൊരിയോ കാര്യങ്ങളോ തീറ്റയൊക്കെ ഇടും. അപ്പം ഇത് കഴിക്കാനായിട്ട് ഇവരെല്ലാം മേളി വരും. കാണാൻ നല്ലൊരു കാഴ്ചയാണത്. ഫുള്ള് ആമയാണ്. ഈ കുളം ഫുള്ള് ആമയാണ്. ആമ സൈലന്റ് ആയിട്ട് എല്ലാവരും, എല്ലാ ആമകളും മേളിൽ വന്നു ഇട്ട് കൊടുക്കുന്ന തീറ്റയും കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ലൊരു അന്തരീക്ഷമുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കോവിലാണ് ഇപ്പോൾ ഈ തൊഴാൻ പോകുന്നത്. ഇത് ഇവിടുന്ന് തൊഴുത് നമ്മൾ പുറത്തേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. അവിടെയും സർപ്പരൂപങ്ങളുടെ ഒരുപാട് ശിലകൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് എടുത്തിട്ടുള്ളത്. ഇപ്പൊ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, പോവാത്തവർക്കും പോയവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ഹായ്.